മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് പരിശുദ്ധമായ റമളാനിൽ അള്ളാഹു നമുക്ക് കിട്ടി തന്നു എന്നത്, തൗഫീഖ് നൽകി എന്നത്. അള്ളാഹുവെ, ഈ റമളാനിൽ ഖൈറാത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. പരിശുദ്ധമായ റമളാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് നോമ്പ് എന്നുള്ളത്. ഈ നോമ്പിനെ കുറിച്ച് പരിശുദ്ധമായി ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ നോമ്പനുഷ്ഠിക്കുവിൻ, നിങ്ങളെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്തിനാണ് ആ നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടിയാണ്. അള്ളാഹു നമ്മൾ നോൽക്കുന്ന നോമ്പും ചെയ്യുന്ന ഖൈറാത്തുകളൊക്കെ അത്തരത്തിലുള്ള അമലുകളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. തഖ്വയുള്ളവരാവാൻ വേണ്ടി, നല്ല മനുഷ്യരാകാൻ വേണ്ടി എന്നാണ് മഹാന്മാര് തഖ്വയുള്ളവർക്ക് പറയുന്ന കുറെ അടയാളങ്ങൾ കിതാബിൽ പറഞ്ഞതായി കാണാം. 11 അടയാളങ്ങൾ നല്ല മനുഷ്യർക്കുള്ള, വിജയികൾക്കുള്ള, തഖ്വയുടെ ആളുകൾക്കുള്ള 11 അടയാളങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും ഓരോ അടയാളങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് ഒന്നാമത്തെ അടയാളം മഹാന്മാര് പറഞ്ഞത് അയ്യകൂന സാഹിദൻ ഫിദ്ദുനിയ വറാഗിബൻ ഫിൽ ആഖിറ. നല്ല മുത്തഖീങ്ങൾ, നല്ല മനുഷ്യരുടെ അടയാളം, അവർ ദുനിയാവിൽ സാഹിദായിരിക്കും, ആഖിറത്തെ കുറിച്ച് ആലോചിക്കുന്നവരായിരിക്കും. ഈ ദുനിയാവ് ആഖിറത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നവരായിരിക്കും എന്നർത്ഥം. അള്ളാഹു നമ്മളൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആൻ ഈ ദുനിയാവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫിൽ ഒരു ആയത്ത് ഓതിയിട്ട് ഹയാത്തു ദുനിയക്ക് ഉപമ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു സൂറത്തിൽ, സൂറത്തു ഹദീദിൽ പരിശുദ്ധമായ ഖുർആൻ ഹയാത്തു ദുനിയക്ക്, ദുന്യവിയായ ജീവിതത്തിന് ഒരു ഉപമയും എന്താണ് ദുന്യവിയായ ജീവിതം എന്ന് ഓർമ്മപ്പെടുത്തുന്നതായി കാണാം. നോക്കൂ, ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, ഇഅ്ലമു അന്നമൽ ഹയാത്തു ദുനിയ ലഅബുൻ വലഹുവുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും. എന്താണ് ദുനിയാവെന്ന് പറഞ്ഞാൽ? അത് ലഅബാൻ, വലഹുവൻ, ലഹുവാൻ, സീനത്താണ്, കുറെ കളിതമാശകളാണ്. കുറെ കളിതമാശകളാണ് ദുനിയാവെന്നുള്ളത്. അതുപോലെ ഒരു ഭംഗിയാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു വതഫാഖുറുൻ ബൈനകും, നിങ്ങൾക്കിടയിൽ ഫഖർ നടിക്കുന്ന ഒരു ലോകമാണ് ഈ ദുനിയാവെന്നുള്ളത്. അതുപോലെ വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളുടെ വിഷയത്തില്, സമ്പത്തിന്റെ വിഷയത്തിൽ പെരുമ്പറ പറയുന്ന, വല്ലാത്ത അതിന്റെ മഹത്വം പറയുന്ന ഒരു കാലമാണ് ഈ ദുനിയവിയായ ലോകം എന്നുള്ളത് എന്ന് പറഞ്ഞ് പരിശുദ്ധമായ ഖുർആൻ ദുനിയാവിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ദുനിയാവിന് ഇങ്ങനെ സുഖാഡംബരങ്ങളുള്ള, സൗകര്യങ്ങളുള്ള, അതുപോലെ രസങ്ങളുള്ള ഈ ദുനിയാവിന് ഉപമ പരിശുദ്ധമായ ഖുർആൻ അവിടെയും ഇവിടെയൊക്കെ ഒരേ ഉപമയാണ് പറഞ്ഞത്. അതേതാണ് ആ ഉപമ? കമസലി ഗൈസിൻ, ഒരു മഴയെ പോലെയാണ് എന്ന ഖുർആൻ പറഞ്ഞത്. അഅജബൽ കുഫാറ നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ. നോക്കൂ, പരിശുദ്ധമായ ഖുർആൻ എത്രമാത്രം കൃത്യമായിട്ടാണ് അത് ഓർമ്മപ്പെടുത്തിയത്. മഴ പെയ്യുമ്പോൾ അതിൽ നിന്ന് മുളച്ചുണ്ടാകുന്ന സസ്യങ്ങള്, അതിൽ നിന്നുണ്ടായിത്തീരുന്ന കൃഷികള്, ഇത് കണ്ടുകൊണ്ട് ദുനിയാവിന്റെ ആളുകൾ, കർഷകർ, അവർ സന്തോഷിക്കുകയാണ് ഈ മഴക്ക് മുളച്ച സസ്യങ്ങളെ കാണുമ്പോ, ആ പച്ചിലകളെ കാണുമ്പോ. എന്നാൽ കാലം അല്പം മുന്നോട്ട് പോകുമ്പോഴേക്ക് ആ ഇലകൾക്ക് ഒരു കാറ്റടിക്കുമ്പോഴേക്ക് മങ്ങലേൽക്കുകയും അത് നുരുമ്പിയിട്ട് വീണിട്ട് അത് നുരുമ്പിപ്പോയി മറ്റൊരു കാറ്റിൽ അത് ഈ ഭൂമിയിലൂടെ പരന്നു പോകുന്ന ഒരു രംഗം നിങ്ങൾ കണ്ടിട്ടില്ലേ? മഴ പെയ്യുമ്പോൾ മുളച്ചു പോകുന്ന ആ ചെടികള് പിന്നീട് വളരെ പെട്ടെന്ന് നുരുമ്പിപ്പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതുപോലെയാണ് ഈ സുഖാഡംബരങ്ങൾ നിറഞ്ഞ, ഈ സൗകര്യങ്ങളുള്ള, ഭംഗിയുള്ള ഈ ദുനിയാവ് അങ്ങനെ തന്നെയാണ്. വളരെ കുറഞ്ഞ കാലമേ ഇതുള്ളൂ. എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു അഫിൽ ആഖിറതി ഹദാബുൻ ശദീദ്, ഈ ദുനിയാവിന് കുറഞ്ഞ കാലത്തെ
ഉപയോഗപ്പെടുത്തുന്നവർ, ആഖിറത്തിന് വേണ്ടി മാറ്റിവെക്കുന്നവർക്ക് അവർക്ക് രക്ഷയുണ്ട്. അല്ലാത്തവർക്ക്, ആഖിറത്തിന് വേണ്ടി പണിയെടുക്കാത്തവർക്ക്, ഈ രസങ്ങളിൽ, തമാശകളിൽ, ദുനിയാവിന്റെ രസങ്ങളിൽ സമയം കൊല്ലുന്നവർക്ക് അത് വലിയ അദാബുണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷയുണ്ട്. വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, നന്മ ചെയ്തവർക്കോ അള്ളാഹുവിന്റെ മഗ്ഫിറത്തും പൊരുത്തവുമുണ്ട് എന്ന് പറഞ്ഞ് ഈ വലിയ ആയത്തിനെ പരിശുദ്ധമായി ഖുർആൻ സമാപിപ്പിക്കുന്നത് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. എത്ര കൃത്യമാണ്! വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ലോകം, ഈ ഹയാത്തുദ് ദുനിയാ, അത് വഞ്ചനയുടെ ലോകമാണ്. നമ്മൾ അതിൽ പെട്ടുപോകാൻ പാടില്ല. ഈ സുഖങ്ങളും രസങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണ് മഞ്ഞളിക്കാൻ പാടില്ല. ഇതൊന്നുമല്ല രസം, വരാനിരിക്കുന്ന രസമുണ്ട്. അതൊരു ആഖിറമാകുന്ന ലോകത്താണ്. ഈ വഞ്ചനയിൽ, ചതിയിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഇതാണ് ദുനിയാവെന്ന് പറഞ്ഞാൽ. ഈ ദുനിയാവിൽ നമുക്കുള്ള ഡ്യൂട്ടി എന്താണ്? യഥാർത്ഥ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുത്തഖിയായി ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പരമാവധി അവൻ ഖൈറാത്തുകൾ ചെയ്യും. സൂറത്ത് മുൽക്കിലൂടെ നമ്മളൊക്കെ പാരായണം ചെയ്യുന്നതാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ഈ ഒരു ജീവിതം അല്ലാഹു നമുക്ക് നൽകിയത് നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നല്ല ഖൈറാത്തുകൾ ചെയ്യുന്നത്, ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ചെയ്യുന്നതെന്ന് ടെസ്റ്റ് ചെയ്യാനാണ്, പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ മറ്റൊരിടത്ത് ഓർമ്മപ്പെടുത്തുമ്പോ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാനിന്റെ ആരംഭത്തിലാണ് നമ്മളുള്ളത്. ഈ ദുനിയാവിനെ നമ്മൾ ആ രൂപത്തിൽ ആഖിറത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. അതിന് നല്ല പറ്റിയ സമയത്താണ് നമ്മളുള്ളത്. റമളാനിന്റെ ആദ്യ സമയത്ത് മാലാഖമാരുടെ വിളിയാളമുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മയെ ആഗ്രഹിക്കുന്ന മനുഷ്യ, നീ മുന്നോട്ട് വാ, നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യ്. ഇതുവരെ ചെയ്യാത്ത ഏതെങ്കിലും സുഹൃത്തുക്കൾ നീ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ, യാ ബാഗിയൽ ഖൈർ, നന്മയെ നീ ആഗ്രഹിക്കുന്നുവോ, അഖ്ബിൽ, മുന്നോട്ട് വരുക. യാ ബാഗിയ ശർ, തിന്മയെയാണോ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, തിന്മ നിർത്തിയിട്ടില്ലെങ്കിൽ, റമളാനിലും തിന്മയെ നീ കൊതിക്കുന്നുണ്ടെങ്കിൽ, അഖ്സിർ, നിർത്ത് നിന്റെ പണി. ഇതാ മാസമല്ല, ഇത് തെറ്റ് ചെയ്യാനുള്ള മാസമല്ല. നിന്റെ തോന്നിവാസങ്ങളൊക്കെ നിർത്തിവെച്ച് ഈ റമളാനിന് വേണ്ടി ഒരുങ്ങൂ എന്ന ഒരു വലിയ അനൗൺസ് റമളാനിന്റെ ആദ്യത്തെ രാവിൽ മാലാഖമാര് നടത്തുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും ഒരുങ്ങാൻ പറ്റിയ നല്ല സമയമാണ്. ഇൻഷാ അല്ലാഹ് ഒന്നിലും നമ്മൾ പിറകോട്ടുണ്ടാവരുത്. അവനിലേക്ക് ചിന്തിച്ച് ഞാൻ എന്തു ചെയ്തു എന്ന് ഓരോ ദിവസവും കിടക്കുന്ന സമയത്ത് ആലോചിച്ചുകൊണ്ടാവണം നമ്മുടെ ദിവസങ്ങൾ കഴിഞ്ഞു പോകേണ്ടത്. ഒറ്റ സംഭവം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഒരു നാട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ വരികയാണ്. അവർ പറയുന്ന, അമീറിനോട് പറയുന്നത്, രാജാവിനോട് പറയുന്ന രംഗം എന്താണ്? ഞങ്ങളുടെ നാട്ടിലുള്ള ഇമാമ്, ഈ ഇമാമിനെ കുറിച്ചുള്ള ഒരു പരാതിയാണ്. എന്താ പള്ളിയിലെ ഇമാമിനെ കുറിച്ച് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുന്നത്? ഞങ്ങളുടെ നാട്ടിലുള്ള ഇമാം 5 വഖ്ത് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം പാട്ടുപാടുകയാണ്. ഈ ഒരു പരാതി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ചാരത്തേക്ക് കൊണ്ടുവന്നപ്പോ, എന്താ നിങ്ങളുടെ ഇമാമിന് പറ്റിയത്? നിസ്കാരം കഴിഞ്ഞ് ദിക്റും സ്വലാത്തൊക്കെ കഴിഞ്ഞ് ദുആയും കഴിഞ്ഞിട്ട് പാട്ടുപാടേ, ഇതെന്ത് സംഭവം? അവരെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ഇമാമിനെ വിളിച്ചു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കാര്യം ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ എന്റെ നഫ്സിനോടാണ് ആ പാട്ടുപാടുന്നത്, അതല്ലാതെ മഅ്മൂമീങ്ങളോടല്ല എന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ ചെയ്യുന്ന പണി എന്താണോ പാടുന്നത് അതൊന്ന് എനിക്ക് പറഞ്ഞു തരണം. അമീറുൽ മുഅ്മിനീനായ നിങ്ങളോട് ഈ ചെറുപ്പക്കാരനായ ഞാന് ആ പാട്ടുപാടിത്തരുന്നതിന് എനിക്ക് വല്ലാത്ത മോശത്തരുണ്ട് എന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പാടണം, നിർബന്ധമായും പാടണം. ഖാല ഉമർ ഖുൽഹാ, നിങ്ങൾ പാടുവീൻ. ഫഇൻ കാന കലാമൻ ഹസനൻ, നിങ്ങൾ പാടുന്നത് നല്ലതാണെങ്കിൽ, നല്ല വരികളാണെങ്കിൽ, പാടാൻ പറ്റിയതാണെങ്കിൽ, ഖുൽതുഹു മഅക്, ഞാനും നിങ്ങളോടൊപ്പം പാടും, ഞാനും അത് ഏറ്റെടുക്കും. വഇൻ കാന ഖബീഹൻ, അതിന് മോശമാണെങ്കിലോ, നഹൈതുക അൻഹു, ഞാൻ നിങ്ങളെ തൊട്ട് അത് വിരോധിക്കാൻ വേണ്ടി പറയും, അത് പാടില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയും. എന്തായാലും നിങ്ങൾ അതെനിക്ക് പാടിത്തരണം എന്ന് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുമ്പിൽ ആ നീണ്ട വരികൾ അങ്ങനെ പാടിക്കൊടുക്കുകയാണ്. വഫുആദി കുല്ലമാ അഅതബ്തുഹു
في مدى الهجران يبغي تعبي لا أراه الدهر إلا لاهيا في نماديه فقد براه بي يا قرين السوء ما هذا الصبا فني العمر كذا في اللعب والشباب بان عني فمضى قبل أن أقضي منه عربي. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വരികള് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുമ്പിൽ ഈ മനുഷ്യൻ ഇങ്ങനെ പാടിക്കൊടുക്കാണ്. ഇതിൽ പറയുന്നത് എന്താണ്? സ്വശരീരത്തോട് ഈ മനുഷ്യൻ പാട്ടുപാടിയിട്ട് ഉപദേശിക്കാണ്. നഫ്സേ, ശരീരമേ, എന്റെ മനസ്സ്, നിന്നെ എന്തെല്ലാം പറഞ്ഞ് ഞാൻ നിയന്ത്രിച്ചിട്ടുണ്ട്, എന്തെല്ലാം ഉപദേശം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ദുനിയാവിന്റെ രസങ്ങൾ ഈ രസങ്ങൾ കാണുമ്പോ പിന്നെയും എന്റെ പിടുത്തത്തിൽ നിന്ന് നീ തെറ്റി പോവുകയാണല്ലോ എന്ന് പറഞ്ഞ് സ്വശരീരത്തിന് ഉപദേശം കൊടുക്കാണ്. ഈ ചെറുപ്പകാലത്ത്, ഈ നല്ല കാലത്ത്, ആഫിയത്തുള്ള കാലത്ത് നീ ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ വാർദ്ധക്യത്തെയാണോ നീ കാത്തു നിൽക്കുന്നത് എന്ന് പറഞ്ഞ മഹത്തായ വരികൾ പാടിയിട്ട് സ്വശരീരത്തെ ആ മനുഷ്യൻ ഉപദേശിക്കുന്ന ബൈത്തുകൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കോതി കേൾപ്പിച്ചപ്പോ മഹാനവറുകൾ കണ്ണീരൊലിപ്പിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഈ വരിയുടെ ഗൗരവം ആലോചിച്ചുകൊണ്ട് വല്ലാത്ത കരയുകയാണ്. കരഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് ഈ വരിയുടെ അവസാനത്തെ വരി ആ ചെറുപ്പക്കാരനോടുകൂടെ ചേർത്ത് രണ്ടുപേരും ചേർന്ന് കൊണ്ട് ചൊല്ലുന്നു. നഫ്സു ലാ കുൻതി വലാ കുൻ വലാ കാന ഹവാ റാഖിബിൽ മൗലാ വഖാഫി വർഹബി. ഈ ബൈത്ത് ഒന്നങ്ങ് ചൊല്ലിയപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇദ്ദേഹത്തോടുകൂടെ ചൊല്ലി ഈ മനുഷ്യനോട് പറയുന്നു, നിങ്ങൾ പാടുന്നത് വളരെ കറക്റ്റാണ്, നല്ല വരികളാണ്, പാടേണ്ടതാണ്. അള്ളാഹുവിന്റെ ആഗ്രഹങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോവേണ്ടതെന്നും ഈ യുവത്വകാലത്ത്, നല്ല ആഫിയത്തുള്ള കാലത്ത് അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ വാർദ്ധക്യത്തില് ശരീരം ചുളിഞ്ഞ് മുടിയൊക്കെ നരച്ച് ആഫിയത്ത് കുറഞ്ഞ കാലത്ത് എന്തു ചെയ്യാനാണ്? ഇനിയും എന്റെ നഫ്സേ, എന്റെ മനസ്സ്, നിനക്കൊന്ന് ഒരുങ്ങാനായില്ലേ എന്ന് വല്ലാത്ത മനസ്സ് തട്ടിയിട്ടുള്ള ബൈത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഏറ്റുപിടിക്കുകയാണ്. എന്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ഒരു മനസ്സ് നമുക്കൊക്കെ എപ്പോഴും വേണം. 5 വഖ്ത് നിസ്കാരത്തിന് ശേഷം ഈ മനുഷ്യൻ പാട്ടുപാടിയിട്ട് തന്റെ ശരീരത്തെ ഓർമ്മപ്പെടുത്തുന്നുവെങ്കിൽ സദാസമയവും ഞാനും നിങ്ങളും അള്ളാഹുവിനെ ഓർത്ത് അവന്റെ വിധിവിലക്കുകൾ ആലോചിച്ച് ഈ ദുനിയാവിൽ ജീവിക്കുന്നത് നാളെ ആഖിറത്തിലേക്ക് നന്മകൾ ചെയ്യാൻ വേണ്ടിയാണെന്ന ധാരണയോടെ ഖൈറാത്തുകളുമായി മുന്നോട്ട് പോകണം. അള്ളാഹുവേ, ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ റമളാനിനെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മുത്തഖീങ്ങൾക്ക് പറഞ്ഞ അടയാളങ്ങളിൽ ഒന്നാമത്തെ അടയാളമാണ് ഞങ്ങൾ പറഞ്ഞ് ദുനിയാവിൽ സുഹൃതോടുകൂടെ ആഖിറത്തിനോടുള്ള റഗബത്തോടുകൂടെ ജീവിക്കണമെന്ന്. ആ നല്ല സ്വഭാവം ഞങ്ങളിൽ നൽകണേ അല്ലാഹ്. ഈ റമളാനിന്റെ ആദ്യത്തെ ദിവസം ഞങ്ങളിത് സംസാരിച്ചതിന്റെ ബറക്കത്ത് കൊണ്ട് റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ റഹ്മാനേ.